ഓൾ വെൽക്കം. കഴിഞ്ഞ പാട്ടിൽ നമ്മൾ മിനറൽസും അതിൻ്റെ ഡെഫിനേഷനൊക്കെയാണ് നോക്കിയത്. ഇതിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് മിനറൽസ്, ഏതൊക്കെ രീതിയിൽ മിനറൽസിനെ ക്ലാസിഫൈ ചെയ്യാമെന്നാണ്. പല ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ യൂസ് ചെയ്ത് നമുക്ക് മിനറലിനെ ക്ലാസിഫൈ ചെയ്യാം. പക്ഷേ ബ്രോഡ്ലി നമുക്ക് അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം മിനറൽസിനെ. അതാണ് റോക്ക് ഫോമിങ്ങും അതുപോലെ തന്നെ ഓർ ഫോമിങ്ങും. റോക്ക് ഫോമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ റോക്കിൽ ഏറ്റവും മേജർ കോൺസ്റ്റിറ്റ്യൂൻ്റ് ആയിട്ടുള്ള കുറച്ച് മിനറൽസ് ഉണ്ട്. ആ മിനറൽസിനെയാണ് നമ്മൾ റോക്ക് ഫോമിംഗ് മിനറൽസ് എന്ന് പറയുന്നത്. അതായത് ക്വാർട്സ്, ഫെൽസ്പാർ, മൈക്ക, പൈറോക്സിൻ, ഒലിവൻ എക്സെട്ര. ഇതൊക്കെയാണ് റോക്ക് ഫോമിംഗ്. അതായത് ഏതൊരു റോക്ക് എടുത്താലും അതിൽ നമ്മൾ കോമൺ ആയി കാണപ്പെടുന്ന കുറച്ച് മിനറൽസാണ് ഇതെല്ലാം. അപ്പോൾ അതിനെയാണ് നമ്മൾ റോക്ക് ഫോമിംഗ് എന്ന് പറയുന്നത്. മിനറൽ വിച്ച് ഫോം ദ മേജർ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് റോക്ക്. നെക്സ്റ്റ് വൺ ഇസ് ദ ഓർ ഫോമിംഗ് മിനറൽസ്. വേറൊരു കാറ്റഗറിയാണ് ഓർ ഫോമിംഗ് എന്ന് പറയുന്നത്. അവർ എന്ന് പറഞ്ഞാൽ അവർക്കൊരു എക്കണോമിക് വാല്യൂ ഉണ്ട്. ആൻഡ് മിനറൽ വിച്ച് ആർ യൂസ്ഡ് ഫോർ യൂസ്ഫുൾ മെറ്റൽസ് ആർ എക്സ്ട്രാക്റ്റഡ്. അതായത് ഓർ ഉണ്ടല്ലോ, അതായത് നമ്മൾ യൂസ്ഫുൾ മെറ്റൽസ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് മിനറൽസ് ആണ് ഓർ ഫോമിംഗ്. അതിനുള്ള എക്സാമ്പിളാണ് ഗലേന, സ്പാലറൈറ്റ്, മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ക്രോമൈറ്റ്, ചാൽക്കോപൈറൈറ്റ്, പൈറുലിസൈറ്റ്, റൂട്ടൈൽ, മോണോസൈറ്റ് എക്സെട്ര. ഇതെല്ലാം ഓർ ഫോമിംഗ്, അതായത് എക്കണോമിക് വാല്യൂസ് ഉള്ള മിനറൽസാണ്. ദെൻ വേറൊരു കാറ്റഗറിയാണ് പ്രൈമറി മിനറൽസ് ആൻഡ് സെക്കൻഡറി മിനറൽസ് എന്ന് പറഞ്ഞത്. പ്രൈമറി മിനറൽസ്, അത് പ്രൈമറി അതിൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലേ, ഫസ്റ്റ് ഫോംഡ് അല്ലെങ്കിൽ എന്താണ് മാഗ്മ കൺസോൾഡേറ്റ് ചെയ്ത് ഉണ്ടാവുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, പ്രൈമറി. എങ്ങനെ മിനറൽസ് ഉണ്ടാകുന്നത്, മാഗ്മ കൺസോൾ ആവുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ പ്രൈമറി, തുടക്കം അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളതാണ് പ്രൈമറി മാഗ്മ. എന്നാൽ സെക്കൻഡറി പറഞ്ഞാൽ പ്രൈമറി മാഗ്മയിൽ വഴി ഉണ്ടാകുന്ന മിനറൽസ് ഫർദർ പ്രോസസ്സ് സർഫസിൽ വന്നിട്ട് ഫർദർ പ്രോസസ്സിനൊക്കെ അത് സബ്ജക്റ്റഡ് ആവുന്നു. ആ വഴി അതിന് അൾട്രേഷൻ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകുന്ന മിനറൽസാണ് സെക്കൻഡറി മിനറൽസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു ഒലിവിൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി മാഗ്മയിൽ നിന്ന് ജനറേറ്റ് ചെയ്തതാണ്. എന്നാൽ ഒരു മാലക്കൈറ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി മിനറൽസാണ്. അത് മാഗ്മേൻ്റെ ജനറേഷൻ കഴിഞ്ഞ് ബാക്കി സർഫസിലെത്തി കഴിഞ്ഞിട്ട് ബാക്കി പല പ്രോസസ്സ്, വെതറിങ് ആയിക്കോട്ടെ, വേറെ ഓരോ ഇറോഷൻ, വെതറിങ്, അങ്ങനത്തെ പല രീതിയിലുള്ള സർഫസ് പ്രോസസ്സായിട്ട് അത് സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിന് അൾട്രേഷൻ സംഭവിച്ച് അതൊരു വേറെ മിനറലായിട്ട് മാറി. അപ്പോൾ അതാണ് സെക്കൻഡറി മിനറൽസ് എന്ന് പറഞ്ഞാൽ. ആൻഡ് നമുക്ക് കെമിക്കൽ കോമ്പോസിഷൻ അനുസരിച്ച് പല ക്ലാസ്സസ് ആയിട്ട് നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇൻ ദിസ് ക്ലാസിഫിക്കേഷൻ മിനറൽസ് ആർ ഡിവൈഡഡ് ഇൻ ഗ്രൂപ്പ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ ഡോമിനൻറ്റ് ആനയോൺ ഓർ ആനയോണിക് ഗ്രൂപ്പ് ഓഫ് ദർ കോമ്പോസിഷൻ. ആനയോൺ അല്ലെങ്കിൽ ആനയോണിക് ഗ്രൂപ്പ് ഓഫ് കോമ്പോസിഷൻ അനുസരിച്ചാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ആർ നമുക്ക് 8 ക്ലാസ്സസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ദ നെഗറ്റീവ് എലമെൻറ്റ്സ്. നെഗറ്റീവ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താ? ഗോൾഡ്, കോപ്പർ, അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ നെഗറ്റീവ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഓൾ നാച്ചുറലി ഒക്കറിങ് എലമെൻറ്റ്സ് ആർ ഇൻക്ലൂഡഡ്. എല്ലാ തരം നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള എലമെൻറ്റ്സിനെയും, നാച്ചുറലി ഒക്കർ ചെയ്യുന്ന എല്ലാ എലമെൻറ്റ്സിനെയും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് നേറ്റീവ് മിനറൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നേറ്റീവ് ഗോൾഡ്, നേറ്റീവ് കോപ്പർ എന്ന് പറയുന്നത് മെറ്റാലിക് എലമെൻ്റ് ആണ്. ഡയമണ്ട്, സൾഫർ, ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് നോൺ മെറ്റാലിക് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ബ്രോഡ് ക്ലാസിഫിക്കേഷനാണ് നേറ്റീവ് എലമെൻറ്റ്സ്. സെക്കൻഡ് വൺ ഇസ് ദ സൾഫൈറ്റ്സ്. സൾഫൈറ്റ്സിന് എക്സാമ്പിൾ ഏതാ? പൈറൈറ്റ്, ഗലേന, സ്പാലറൈറ്റ് ഒക്കെയാണ് സൾഫൈറ്റ്സിന് എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ ഇസ് ഓക്സൈഡ്, ക്വാർട്സ്, മാഗ്നറ്റൈറ്റ്. ഹാലൈറ്റ്സ് എന്ന് പറയുന്നത് ഏതാ? ഹാലൈറ്റ്, ഫ്ലൂറൈറ്റ്, ഇതൊക്കെയാണ് ഹാലൈറ്റ്സിൽ ഉൾപ്പെടുന്നത്. കാർബണേറ്റ്സ് എന്ന് പറഞ്ഞാൽ കാൽസൈറ്റ്, ഡോളമൈറ്റ്. സൾഫേറ്റ് എന്ന് പറയുന്നത് ബാരൈറ്റ്, ജിപ്സം. ഫോസ്ഫേറ്റ്സ് അപ്പറ്റൈറ്റ്, മോണസൈറ്റ്. സിലിക്കേറ്റ്സ് എന്ന് പറയുന്നത് ഗാർനറ്റ്, മൈക്ക, ക്വാർട്സ്, ഫെൽസ്പാർസ്. അതിൽ തന്നെ സിലിക്കേറ്റ് മിനറൽസ് ആണ് കമ്പോസ് ഓവർ 19% ഓഫ് എർത്ത് ക്രസ്റ്റ്. നമ്മുടെ എർത്ത് ക്രസ്റ്റിൽ 19% ഏതാണ്? സിലിക്കേറ്റ് മിനറലാണ്. The diversity and abundance of mineral species is an expression of overall chemical composition. Silicon and oxygen constitute approximately 75% of earth crust, and this is the reason for the predominance of silicate minerals. അത് നമ്മൾ നേരത്തെ ഒരു ഫസ്റ്റ് പാർട്ടിലൊരു ടേബിൾ കണ്ടിട്ടുണ്ട്. അതായത് എലമെൻറ്റ് ഏറ്റവും കൂടുതൽ നമ്മുടെ എർത്ത് ക്രസ്റ്റിൽ കാണപ്പെടുന്ന ഒരു എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓക്സിജനാണ്. അത് കഴിഞ്ഞാൽ സിലിക്കണാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് സിലിക്കേറ്റ് മിനറൽസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണപ്പെടുന്ന മിനറൽസ്. അതായത് 19% ഓഫ് എർത്ത് ക്രസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? സിലിക്കേറ്റ് മിനറൽസ്. ദെൻ നമുക്കിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മിനറൽസ് ആർ കൺസിഡർഡ് ആസ് മിനറൽസ്. എന്തൊക്കെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ്?
നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ വിച്ച് ഈസ് ദ ഓൺലി മിനറൽ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്? ഏതാ? മെർക്കുറി. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഡോമിനൻസ് ഓഫ് സിലിക്കേറ്റ് മിനറൽസ് ഓൺ എർത്ത് ക്രസ്റ്റ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു സിലിക്കണും ഓക്സിജനാണ് ഏറ്റവും കൂടുതൽ ക്രസ്റ്റിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സിലിക്കേറ്റ് മിനറൽസ് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. Coming into the properties of minerals and their identification. More than 4,000 minerals are known in the crust. All the minerals have been studied and given names. അതായത് കുറേ 4,000 മിനറൽസ് നമ്മൾ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു നെയിമും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പോസിബിൾ ആവുന്നത് എങ്ങനെയാണ്? ബിക്കോസ് ഈച്ച് മിനറൽ ഹാസ് സ്പെസിഫിക് ആൻഡ് ഡിറ്റർമൈൻ. ഓരോ മിനറലിനും ഇപ്പോൾ അതിൻ്റെതായ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പം ഇഷ്ടം പോലെ മനുഷ്യന്മാരുണ്ട് നമ്മൾ, പക്ഷേ ഓരോ മനുഷ്യരുടെയും രൂപത്തിലും എല്ലാത്തിലും ഡിഫറെൻ്റ് ഇല്ലേ? അപ്പം എല്ലാവരെയും കണ്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട്, അതേപോലെ തന്നെയാണ് മിനറൽസിൽ പല പ്രോപ്പർട്ടീസാണ്. ഓരോ മിനറൽസിനും ഓരോ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിനറൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓൾത്തോ ഈച്ച് മിനറൽ ഹാസ് മെനി പ്രോപ്പർട്ടി, മിനറൽ ഈസ് ഐഡൻറ്റിഫൈഡ് ഓർ റെക്കഗ്നൈസ്ഡ് ഓൺ ദ ബേസ് ഓഫ് കോമ്പിനേഷൻ ഓഫ് പ്രോപ്പർട്ടീസ്. ബൈ ടെസ്റ്റിംഗ് മിനറൽ ഫോർ സച്ച് പ്രോപ്പർട്ടി ദെർഫോർ വി ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്തതാണ് അതിൻ്റെ ഓരോ പ്രോപ്പർട്ടി, അതായത് കെമിക്കൽ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്, ഇങ്ങനത്തെ ഈ 3 പ്രോപ്പർട്ടീസും കൂടെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ ഒരു മിനറൽസിനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. വേരിയസ് പ്രോപ്പർട്ടീസ് വിച്ച് ഹെൽപ്പ് ഇൻ പ്രിലിമിനറി ഐഡൻറ്റിഫിക്കേഷൻ ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു 3 കാറ്റഗറീസ്. അപ്പോൾ പ്രിലിമിനറി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് മിനറൽസിനെയാണ് നമ്മൾ 3 ഗ്രൂപ്പായിട്ട് ചെയ്തേക്കുന്നത്. ഏതാ? ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ. ഫിസിക്കലായിട്ട് ഫിസിക്കലി മീൻസ് നമുക്ക് അതിനെ കാണുമ്പോൾ, ഒരു ഫീൽഡിൽ നമ്മളൊരു മിനറലിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. കെമിക്കലി എന്ന് പറഞ്ഞാൽ ലബോറട്ടറിക്കലി അനാലിസിസ് ചെയ്തിട്ട് മനസ്സിലാക്കുന്നു. ഒപ്റ്റിക്കലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഒരു റോക്ക് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പോളിഷ് ചെയ്തിട്ട് ആ ഒരു തിൻ സെക്ഷൻ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് മിനറൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടീസും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളൊരു മിനറലിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. And of these set of property more easily determined in the field or a laboratory are physical property. ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ നമുക്കൊരു മിനറലിനെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്? അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ ഡിഗ്രി ഓഫ് അഗ്രഗേഷൻ. ദാറ്റ് മീൻസ് അതിൻ്റെ സോർട്ടിങ് മീൻസ് അതായത് അതിൻ്റെ പാക്കിങ് എങ്ങനെയാണ്, അതിൻ്റെ ഉള്ളിലെ ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രെയിൻസ് എല്ലാവരും കൂടെ എങ്ങനെയാണ് ലൂസ് മീൻസ് അങ്ങനത്തെ ഒരു അതിൻ്റെ ഉള്ളിലെ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഗ്രെയിൻ ടു ഗ്രെയിൻ റിലേഷൻഷിപ്സിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് അഗ്രഗേഷൻ എന്ന് പറയുന്നത്. ഡിഗ്രി ഓഫ് കൊഹഷൻ എന്ന് പറഞ്ഞാൽ ആറ്റംസും അയോണും തമ്മിലുള്ള ബോണ്ടിങ്ങും കാര്യങ്ങളെയൊക്കെയാണ് കൊഹഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ സെൻസ്, ലൈറ്റ്, മാഗ്നറ്റിസം, ഹീറ്റ് എക്സെട്ര, ഇതിനെല്ലാം നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയും. ഇതിനൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദീസ് ഫിസിക്കൽ ആർ ഹവർ ഫർദർ സപ്ലിമെൻറ്റഡ് ബൈ കെമിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് പെട്ടെന്നൊരു മിനറലിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ കൂടുതൽ നമ്മൾ കൺഫേം ചെയ്യാണ്ട് കെമിക്കലും ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസും കൂടെ അതിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ടു ഗെറ്റ് ദ ഫുൾ കൺഫർമേഷൻ അബൌട്ട് ദ ഐഡൻറ്റിറ്റി ഓഫ് ആൻ അൺനോൺ മിനറൽ. A second group of property involve chemical analysis of minerals to determine their constituent quantitatively and qualitatively fall under the category of chemical property. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, എങ്ങനെയാണ് ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. ഇനി കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും ആയിട്ട് നമ്മൾ അതിനെ ഡിറ്റർമൈൻ ചെയ്യാതെ, ഇത് കൂടുതലും ലബോറട്ടറീസിലാണ് അല്ലെങ്കിൽ ഒരു അനലിറ്റിക്കൽ ഇൻസ്ട്രുമെൻ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ്. ഇപ്പം XRD, XRF, SEM എന്നൊക്കെ പറഞ്ഞ് കുറേ അനലിറ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ആ ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ടാണ് നമ്മളൊരു മിനറലിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ മനസ്സിലാക്കുന്നത്. And thirdly, for study of optical minerals, extremely thin glass mounted section of minerals, thickness 0.03 millimeter, through light can pass. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, മൈക്രോസ്കോപ്പിലൂടെ ഒരു തിൻ സെക്ഷൻ എടുത്തിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് വെച്ചിട്ട്, അതായത് പലതരത്തിലുണ്ട്, അതിൻ്റെ എക്സ്റ്റൻഷൻ, പ്ലിയോക്ലോയിസം, കളർ, ഇൻ്റർഫറൻസ്, പൈറഫ്രിജൻസ്, അങ്ങനത്തെ പല എക്സ്റ്റൻഷൻസ്, അങ്ങനത്തെ പലതരത്തിലുള്ള ഓരോ മിനറൽസിനും ഓരോ രീതിയിലെ പ്രോപ്പർട്ടീസാണ്. ചില മിനറലിന് ഇപ്പോൾ ക്വാർട്സിനെ പറയാം, ക്വാർട്സിനെ തന്നെ ആണെങ്കിൽ അത് ആബ്സെൻസ് ഓഫ് ക്ലീവേജ് ആണ്, അത് നമുക്ക് കാണാൻ പറ്റും. അതിന് ലോ റിലീഫാണ്. പിന്നെ അങ്ങനത്തെ പല സ്പെസിഫിക്, ഇപ്പം ഒലിവനാണെങ്കിൽ അത് ഭയങ്കര ക്രാക്ഡ് ആയിരിക്കും, അതിന് നല്ല ഇൻ്റർഫറൻസ് കളറായിരിക്കും.
ഇനിയും ക്വാർട്സിൽ തന്നെയാണെങ്കിൽ അതിന് വേവി എക്സ്റ്റൻഷനാണ് കാണിക്കുന്നത്. അങ്ങനെ പല രീതിയിലുള്ള സ്പെസിഫിക് പ്രോപ്പർട്ടീസ് ഉണ്ട് ഓരോന്നിന്. ഓർത്തോക്ലേസ് ആണെങ്കിൽ എന്താണ് അതിൻ്റെ ട്വിന്നിങ്, കാൾസ്പാർട്ട് ട്വിന്നിങ് ഉണ്ട് പ്ലാജിക്ലേസിനൊക്കെ. കാൽസൈറ്റ് ആണെങ്കിൽ അത് ട്വിങ്ക്ലിംഗ് എഫക്റ്റ് കാണിക്കും. അങ്ങനെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഓരോ മിനറൽസിനും ഉണ്ട്. ദെൻ കമ്മിങ് ഇൻ ടു ദ ഫിസിക്കൽ, നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടാണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് കൂടുതൽ ഹയർ ലെവലാണ്, അതായത് കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ആയതുകൊണ്ട്. ഇപ്പോൾ നമ്മളിതിൽ പഠിക്കുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ്. ഇമ്പോർട്ടൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു 10 ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ദ ഫോം ആൻഡ് ഹാബിറ്റ്, സെക്കൻഡ് കളർ, സ്ട്രീക്ക്, ലെസ്റ്റർ, ക്ലീവേജ്, ഫ്രാക്ചർ, ഹാർഡ്നെസ്, സ്പെസിഫിക് ഗ്രാവിറ്റി, ട്രാൻസ്പെറൻസി, മാഗ്നറ്റിസം. ഈ 10 പ്രോപ്പർട്ടീസും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ ഫോം ആൻഡ് ദ ഹാബിറ്റ്. എന്താണ് ഫോം അതുപോലെ തന്നെ ഹാബിറ്റും എന്ന് പറഞ്ഞാൽ, മിനറൽ ഓഫ്റ്റൻ ഒക്വർ ഇൻ ക്യാരക്ടറിസ്റ്റിക്സ് ക്രിസ്റ്റൽ ഫോം. ഫോം ഡിഫൈൻ ദ എക്സ്റ്റേണൽ മോർഫോളജി അറ്റൈൻഡ് ബൈ എ ക്രിസ്റ്റൽ ഓർ മിനറൽ. അതായത് ഫോം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റേണൽ മോർഫോളജിയാണ്. അതായത് അതിൻ്റെ ഒരു പുറമേ ഉള്ളൊരു ഷേപ്പ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ അതിൻ്റെ ഫോം എന്ന് പറയുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം, ഇതിൽ തന്നെ നമുക്ക് പിക്ചറിൽ തന്നെ നോക്കാം. ഇത് ഈ ഓരോ പിക്ചറിൽ നോക്കി നോക്കൂ, ഓരോന്നിനും ഓരോ ഡിഫറെൻറ്റ് ഷേപ്സാണ് അല്ലേ. അപ്പം ഇതാണ് അതിൻ്റെ ഫോം എന്ന് പറയുന്നത്. ഗലീന എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്യൂബിക് ഫോമിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പൈറേറ്റ് ആണ് സെക്കൻഡ് വണ്ണ്. അതിനെ നമുക്കെന്താ ഒരു ഒക്ടാഹെഡ്രോൺ ഷേപ്പാണ് അല്ലേ, ഒരു ഒക്ടാഹെഡ്രോൺ ആണ്. സി എന്ന് പറഞ്ഞാൽ ബെറിലാണ്, അതൊരു ഹെക്സഗണൽ പ്രിസമാണ്. ഡി എന്ന് പറഞ്ഞാൽ കാൽസൈറ്റ് ആണ്, റോംബോഹെഡ്രോൺ. ക്വാർട്സ് എന്ന് പറഞ്ഞാൽ ഹെക്സഗണൽ. ടോപ്പാസ് എന്ന് പറഞ്ഞാൽ ഓർത്തോറോംബിക്. അതായത് ഓരോ മിനറൽസിനും ഓരോ ഷേപ്പിലാണ് അത് ക്രിസ്റ്റലൈസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ അതിൻ്റെ ഫോം എന്ന് പറയുന്നത്. This is the geometrical pattern that a lone crystal of a mineral will occur if it allowed to grow without any external interference. അതായത് അതിൻ്റെതായ സ്പേസ് കൊടുത്ത് യാതൊരുവിധ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇപ്പം പ്രോസസ്സുകളോ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രോത്ത്, ഫുള്ളി ഗ്രോത്തിലെത്തുന്ന ആ ഒരു സ്ട്രക്ചറാണ് നമ്മുടെ ഫോം എന്ന് പറഞ്ഞാൽ. ആൻഡ് ഷേപ്പ് ഓഫ് എ ക്രിസ്റ്റൽ ക്യാൻ റിഫ്ലക്ട് ദ ഓർഡർലി ഇൻറ്റേർണൽ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഒരു ക്രിസ്റ്റലിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ഉള്ളിലെ ആറ്റംസ് എങ്ങനെയാണോ അറേഞ്ച് ചെയ്തേക്കുന്നത് അതിൻ്റെ ഒരു ഇഫക്റ്റ് ആയിരിക്കും അത് പുറമേ കാണിക്കുന്നതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, ഇറ്റ് റിഫ്ലക്ട് ദ ഓർഡർലി ഇൻറ്റേർണൽ അറേഞ്ച്മെൻറ്റ്. മിനറൽ ക്രിസ്റ്റലൈസ് ഫ്രം സൊല്യൂഷൻ, മെൽറ്റ് ആൻഡ് വേപ്പർ. They may precipitate from evaporating seawater or crystallize from magma and lava when they cool. അപ്പോൾ മിനറൽസ് ക്രിസ്റ്റലൈസ് ചെയ്യുന്ന എവിടെ നിന്നൊക്കെ ആവാം, സൊല്യൂഷൻ ആവാം, മെൽറ്റിൽ നിന്നാവാം, വേപ്പർ ആവാം. ദേ പ്രസിപ്പിറ്റേറ്റ് ഫ്രം ഇവാപ്പറേറ്റിംഗ് സീ വാട്ടറിൽ നിന്നാവാം, അല്ലെങ്കിൽ എവിടുന്ന മാഗ്മേൻ്റെ ക്രിസ്റ്റലൈസേഷൻ അല്ലെങ്കിൽ ലാവേൻ്റെ ക്രിസ്റ്റലൈസേഷൻ വഴിയായിരിക്കാം. ഡ്യൂറിങ് ദർ അൺഹിൻഡർഡ് ഗ്രോത്ത് മിനറൽ മേ ഡെവലപ്പ് ഡിസ്റ്റിൻറ്റ് ക്രിസ്റ്റൽ ഫോം, ജനറലി സ്മൂത്ത് ആൻഡ് ഫ്ലാറ്റ് സർഫസ് കോൾഡ് ക്രിസ്റ്റൽ ഫേസസ്. അപ്പം അങ്ങനെയുള്ള ഒരു സ്മൂത്ത് ഫ്ലാറ്റ് സർഫസിന്, അതായത് ഇപ്പോൾ നമ്മൾ ആ മാഗ്മയിൽ നിന്നൊക്കെ ഈ മിനറൽ ഗ്രോ ചെയ്യുമല്ലോ, ആൻഡ് ഗ്രോ ചെയ്തിട്ട് ഒരു ക്രിസ്റ്റൽ ഫോമിലേക്ക് എത്തുന്ന ആ ഒരു സ്മൂത്ത് ഫ്ലാറ്റ് സർഫസിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ഫേസ് എന്ന് പറയുന്നത്. ദീസ് ഫേസ് എക്സിബിറ്റ് വേരിയസ് ടൈപ്പ് ഓഫ് സിമെട്രിക്കൽ അറേഞ്ച്മെൻറ്റ്. ജോമെട്രി ആൻഡ് സിമെട്രി ഓഫ് ക്രിസ്റ്റൽ ഫേസസ് റിഫ്ലക്ട് ദ ഇൻറ്റേർണൽ അറ്റോമിക് അറേഞ്ച്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഒരു സിമ്പിൾ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു മിനറലിൽ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ അതിൻ്റെ ആറ്റംസ് അറേഞ്ച് ചെയ്തേക്കുന്നത് അതിനെയാണ് അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ആൻഡ് വേരിയസ് ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ ഫോംസ് ആർ ദർ. ഫസ്റ്റ് വൺ ഈസ് ക്യൂബ്. ഈ പിക്ചറിൽ നോക്കാം. ക്യൂബ്, ഒക്ടാഹെഡ്രോൺ, ഡോഡക്കാഹെഡ്രോൺ, ടെട്രാഹെഡ്രോൺ, റോംബോഹെഡ്രോൺ, ഹെക്സഗണൽ പ്രിസം, ഇങ്ങനെ പലതരത്തിലുള്ള ഫോം ഉണ്ട്. ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഒരു ക്യൂബ് ഷേപ്പിലായിരിക്കും അതിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ. ഒക്ടാഹെഡ്രോൺ എന്ന് പറഞ്ഞാൽ 8 ഫേസസ് ഉണ്ട്. അതായത് അത് ഫസ്റ്റത്തിൽ അതിൻ്റെ എബവ് ആയിട്ടുള്ള 4 ട്രയാങ്കുലർ പോലെയുണ്ട്, താഴെ അതുപോലെ തന്നെ. അപ്പോൾ 8 ഫേസസ് ഉണ്ട്. അത് ഒക്ടാഹെഡ്രോൺ എന്ന് പറഞ്ഞാൽ. ഡോഡക്കാഹെഡ്രോൺ എന്ന് പറഞ്ഞാൽ അത് 12 ഫേസസ് ആണ് അതിനുള്ളത്. അത് ഡോഡക്കാഹെഡ്രോൺ എന്ന് പറഞ്ഞാൽ. ടെട്രാഹെഡ്രോൺ എന്ന് പറഞ്ഞാൽ 4. അങ്ങനെ ഓരോന്ന്. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6. ഓക്കെ. The physical characteristics or makeup of a mineral specimen is sometimes expressed by the term habit. Habit എന്നാണ് അടുത്തെന്താണ്, ഫിസിക്കൽ മേക്കപ്പ് ഓഫ് മിനറൽസ് എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദ മിനറൽസ് ആർ ക്രിസ്റ്റലൈൻ വൈൽ ഫ്യൂ ആർ അമോർഫസ്. When it
is crystalline. It may occur in the form of a well-developed crystal. Alternately, it may be massive without the development. അതായത് വെൽ ഫോംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് ഫുള്ളി അതിൻ്റെ ഗ്രോത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഒരു സ്മൂത്ത് സർഫസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതൊരു ക്രിസ്റ്റലൈൻ ആണെന്ന് പറയാം, ക്രിസ്റ്റലൈൻ ഫോമാണ്. അല്ലെങ്കിൽ അതിനെ നമുക്ക് അമോർഫസ്, അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഷേപ്പോ അല്ലെങ്കിൽ ഒരു ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അതെന്താണ്, അമോർഫസ് ഫോംസ് ആണ്. എന്ന് പറഞ്ഞാൽ അതായത് ഒരു കറക്റ്റായിട്ടുള്ള അത് അതിൻ്റെതായ ടൈം എടുത്ത് മെല്ലെ കൂള് ചെയ്തിട്ട് അങ്ങനെ ഒരു ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഉണ്ടായിട്ടുള്ള ക്രിസ്റ്റൽസാണ് ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ. അമോർഫസ് എന്ന് പറഞ്ഞാൽ റാപ്പിഡ് കൂൾ ചെയ്തിട്ട്, ഇപ്പോൾ ഗ്ലാസ് അങ്ങനത്തെ കുറച്ച് ഓപ്പൽ എന്നൊക്കെ പറഞ്ഞാൽ അമോർഫസ് ആണ്, അത് റാപ്പിഡ് കൂളാണ്. ഒബ്സീഡിയൻ എന്നൊക്കെ പറഞ്ഞാൽ റാപ്പിഡ്ലി കൂൾഡ് ആയതുകൊണ്ട് തന്നെ അവർക്കൊരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഫോം ഉണ്ടാവില്ല. ഇനി ഇവിടെ ഒരു കാണാൻ പറ്റുന്ന കോമൺ ഹാബിറ്റ്സ് ആണ് മിനറൽസിലുള്ള. ഫസ്റ്റ് വൺ ഇസ് ദ ടാബുലാർ. ടാബുലാർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പേരിൽ തന്നെ നമുക്കതിൽ നിന്ന് കിട്ടും അല്ലേ, ഒരു ഫോം ഓഫ് എ ഫ്ലാറ്റഡ് അല്ലെങ്കിൽ സ്ക്വയർ ടു റെക്ടാങ്കുലർ ഷേപ്പുള്ള ഇതിനെയാണ് നമുക്ക് ടാബുലാർ എന്ന് പറയുന്നത്. അതായത് പിക്ചർ ഞാൻ കാണിച്ചു തരാം. ഇവിടെ തന്നെ നമുക്ക് പിക്ചർ നോക്കുക. ടാബുലാർ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കാൽസൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു റോംബോഹെഡ്രൽ ഷേപ്പാണ് അതിന്. റോംബോഹെഡ്രൽ എന്ന് നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ. അത് ക്ലീവേജും അതിൻ്റെ റോംബോഹെഡ്രലാണ് കാൽസൈറ്റ് എന്ന് പറഞ്ഞാൽ. ഹിയർ ടാബുലർ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റൻഡ് ഷേപ്പാണ്. നെക്സ്റ്റ് വൺ ഇസ് ദ ബ്ലേഡഡ്. ഇറ്റ് അപ്പിയർ ലൈക്ക് എ തിൻ ഫ്ലാറ്റ് ബ്ലേഡ് ലൈക്ക്, ഒരു ബ്ലേഡ് ലൈക്ക് ഫോം ആയിരിക്കും. അതായത് കൈനൈറ്റ് ആണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ. ദിസ് ഈസ് ദ ബ്ലേഡഡ് ഫോം. ഷാർപ്പായിട്ട് ഇരിക്കുന്നതായിരിക്കും ബ്ലേഡഡ് ഫോം എന്ന് പറഞ്ഞാൽ. പിന്നെ ഉള്ളത് ഫോളിയേറ്റഡ്, അതായത് മൈക്ക, ഇപ്പോൾ മസ്ക വൈറ്റ്, ബയോടൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മിനറൽസ് ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നൊരു പോലെയാണ്. അതിൻ്റെ മുകളിലെ ഷീറ്റ് പോലെ ഒരു തിൻ ഷീറ്റാണ്. അതിനെയാണ് നമ്മൾ ഫോളിയേറ്റഡ് എന്ന് പറഞ്ഞാൽ. വെൻ എ മിനറൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് തിൻ പേപ്പർ ലൈക്ക് ഷീറ്റ് ദാറ്റ് ഈസ് ഈസിലി സെപ്പറേറ്റഡ് ഇറ്റ്സ് ഹാബിറ്റ് ആസ് ഫോളിയേറ്റഡ്. അതായത് മൈക്ക ഫാമിലി എന്ന് പറയുന്നതാണ് ഈ മസ്ക വൈറ്റ്, ബയോടൈറ്റ് എന്നൊക്കെ പറയുന്നത്. ദെൻ ഫൈബറസ് ആയിരിക്കും. ഫോളിയേറ്റഡിൻ്റെ പിക്ചർ ഇതാണ് ഫോളിയേറ്റഡ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഈസിലി അത് ഇങ്ങനെ പൊളിഞ്ഞു പോരുന്ന ഒരു ടൈപ്പ് ഓഫ് മിനറൽസ്. ആൻഡ് ഫൈബ്രസ്, വെൻ ദ മിനറൽസ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഫൈബ്രസ് ജനറലി സെപ്പറേബിൾ ഇതർ ഈസിലി. അതായത് ആസ്പെക്ടോസ് ഉണ്ടല്ലോ, അങ്ങനത്തേനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൈബ്രസ് എന്ന് പറയുന്നത്. ജിപ്സം, ആസ്പെക്ടോസ്. സോ ദിസ് ഈസ് ദ പിക്ചർ ഓഫ് ടാബുലാർ, ഫൈബ്രസ്, ഫോളിയേറ്റഡ് ആൻഡ് ബ്ലേഡഡ്. ഇതാണ് ഫസ്റ്റ് വൺ ആയിട്ടുള്ള ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ ഈസ് അതായത് ഫസ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. അതായത് നമുക്കൊരു മിനറലിനെ കണ്ടു, ഇപ്പോൾ നമ്മൾ കൈനൈറ്റിനെ കണ്ടേ, അപ്പോൾ അതിന് ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഫോം കണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഹാബിറ്റ് കണ്ട് മനസ്സിലാക്കി ഇതൊരു ബ്ലേഡഡ് ഫോമാണ്, ഓക്കെ അപ്പോൾ ഇത് കൈനൈറ്റാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാൽസൈറ്റ് എടുത്തു അല്ലെങ്കിൽ വേറെ ഒരു മിനറൽ എടുത്തു, അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോം കണ്ട് അതിൻ്റെ ഷേപ്പ്, അതാണല്ലോ അതിൻ്റെ എക്സ്റ്റേണൽ, അപ്പോൾ അതിൻ്റെ ഉള്ളിലെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മളൊരു ഷേപ്പ് കണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി ഫോം ആൻഡ് ഹാബിറ്റ് കഴിഞ്ഞു. രണ്ടാമത്തതാണ് കളർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എന്തായിരിക്കും ഒരു മിനറലിൻ്റെ കളറിനെ വെച്ചിട്ട് നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓരോ മിനറലിനും സ്പെസിഫിക് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. കളർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഒബിയസ് ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ മിനറൽ. For some minerals such as pyrite and galenite provide a useful clue for identification. Unfortunately, color of most minerals is highly variable. അതായത് നമുക്കിപ്പം കളറിനെ കറക്റ്റായിട്ടൊരു ഫിസിക്കൽ പ്രോപ്പർട്ടി വെച്ച് പറയാൻ പറ്റത്തില്ല. കാരണം പലതരത്തിലുള്ള വെതറിങ്ങും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ എന്നാൽ പോലും മൊത്തത്തിൽ അതിനെ ഫുള്ളി അങ്ങോട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. And although color should always be considered in the course of a mineral description, it should be never used a principal identification. പ്രിൻസിപ്പളായിട്ട് നമുക്ക് ആദ്യം കാണുമ്പോൾ മനസ്സിലാവും, പക്ഷേ ബാക്കിയുള്ള പ്രോപ്പർട്ടീസും കൂടെ നമ്മൾ കമ്പയർ ചെയ്യണം. The color is not a very reliable source for identifying. It can be affected by impurities present in the mineral sample. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലും തരത്തിൽ ഇമ്പ്യൂരിറ്റീസൊക്കെ ആ ഒരു മിനറൽസിൽ വന്നാൽ അത് അതിൻ്റെ കളറായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കളർ എന്ന് പറയുന്ന ഒരു പ്രൈമറി സോഴ്സ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ അല്ല. വൈൽ കളർ സീം ടു ബി വെരി സിമ്പിൾ, ഇറ്റ് ഈസ് നോട്ട് റിലയബിൾ പ്രോപ്പർട്ടി. Impurities can greatly change. Dot or other substances color can also give the false reading. Color is most reliable for metallic minerals. Gold and pyrite often appear golden yellow in color. Similarity of color and luster of pyrite
to gold is reason for giving the fool's gold to pyrite. Color is not a diagnostic properties ഓഫ് ട്രാൻസ്പെറൻറ്റ് മിനറൽസ്. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്, കളറിനെ നമുക്കൊരു റിലയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഐഡൻറ്റിഫിക്കേഷനായിട്ട് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ പൈറൈറ്റും ഗോൾഡും കണ്ട ഏകദേശം ഒരേപോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പൈറൈറ്റിനെ എന്ന് പറയുന്നത് ഫൂൾസ് ഗോൾഡ് എന്നാണ് പൈറൈറ്റിനെ അറിയപ്പെടുന്നത്. ബിക്കോസ് പെട്ടെന്ന് നമ്മളൊരു ഫീൽഡിൽ കാണുന്ന സമയത്ത് രണ്ടിനും ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷൻ വരും. അതാണ് അതിനെ ഫൂൾസ് ഗോൾഡ് എന്ന് പറയുന്നത്. കാരണം കളർ എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈറ്റിൻ്റെ അബ്സോർബ് ചെയ്തിട്ട് അത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് കളർ എന്ന് പറഞ്ഞാൽ. കളറിന് വെച്ചിട്ട് ചില മിനറൽസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇപ്പം മാലക്കൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും, ഗ്രീൻ കളറായിരിക്കും. ഇപ്പോൾ ക്വാർട്സ് എന്നൊക്കെ പറഞ്ഞാൽ അത് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പം കുറച്ച് റിലയബിൾ അല്ല. എന്നാൽ കളർ എന്ന് പറഞ്ഞാൽ ചില മിനറൽസിനെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. ദാറ്റ് ഈസ് ദ സ്ട്രീക്ക് ഓഫ് എ മിനറൽ ഈസ് എ കളർ ഓഫ് ഇറ്റ്സ് ഫൈൻ പൗഡർ. അതായത് ഒരു സ്ട്രീക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ട്രീക്ക് പ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ആ ഒരു സ്ട്രീക്ക് പ്ലേറ്റിലേക്ക് നമ്മൾ നമ്മുടെ മിനറൽ ഇട്ടിട്ട് ഒന്ന് റബ്ബ് ചെയ്യുകയാണെങ്കിൽ, പൗഡർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഒരു പൗഡർ ആ ഓരോ മിനറൽസിനും ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും. കൂടുതലും വൈറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഹെമറ്റൈറ്റ് നമ്മൾ ആ ഒരു സ്ട്രീക്ക് പ്ലേറ്റിൽ ഇട്ടിട്ട് നമ്മളിങ്ങനെ പൗഡറാക്കിയെന്ന് ഓർത്തോ, അതിനൊരു ചെറിയ റെഡ് കളറായിരിക്കും വരുന്നത്. അപ്പോൾ ഓരോ മിനറലും അതിൻ്റേതായിട്ടുള്ള ഓരോ കളേഴ്സ് ഉണ്ട്. ഓക്കെ, സ്ട്രീക്ക് ഓഫ് ഈസ് ദ കളർ ഓഫ് ഇറ്റ്സ് ഫൈൻ പൗഡർ. മിനറലിൻ്റെ ഫൈൻ പൗഡറിൻ്റെ കളറിനെയാണ് നമ്മളെന്ന് പറയുന്നത് സ്ട്രീക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സം ടൈം ഡിഫറെൻറ്റ് കളറിൻ്റെ കളർ. അതായത് നമ്മളിപ്പോൾ ഒബ്സർവ് ചെയ്യുന്നത്, ഇപ്പോൾ ഹെമറ്റൈറ്റ് ഞാൻ പറഞ്ഞല്ലോ, അത് ബ്ലാക്ക് കളറായിരിക്കാം. പക്ഷേ അതിൻ്റെ സ്ട്രീക്ക് എന്ന് പറയുന്നത് എന്താ, ചെറിയ റെഡ് കളർ. അതിനേക്കാളും കൂടുതൽ നമുക്കൊരു സ്ട്രീക്ക് വെച്ച് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സ്ട്രീക്ക് ഓഫ് എ മിനറൽ ക്യാൻ ബി റെഡിലി ഒബ്സർവ്ഡ് ബൈ സ്ക്രാച്ചിങ് ഓർ റബ്ബിങ് ഓർ എ കോർണർ ഓഫ് എ സ്പെസിമെൻ എഗെയിൻസ്റ്റ് റഫ് അൺഗ്ലേസ്ഡ് പോർസലൈൻ പ്ലേറ്റ്. അതായത് സ്ട്രീക്ക് പ്ലേറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ റബ്ബ് ചെയ്യുമ്പോൾ നമുക്കൊരു പൗഡേർഡ് ആയിട്ടുള്ള കളർ കിട്ടും. അതിൻ്റെ കുറച്ച് എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഹെമറ്റൈറ്റിൻ്റെ കളർ ആക്ച്വലി നമുക്ക് കാണുന്നത് എന്താ, ബ്ലാക്കാണ്. പക്ഷെ അത് ആ പ്ലേറ്റിലിട്ട് നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് ചെറിയ റെഡാണ്. ക്രോമൈറ്റ് എന്ന് പറഞ്ഞാൽ കാണാൻ ഗ്രീനിഷ് ബ്ലാക്കാണ്. സ്ട്രീക്ക് എന്ന് പറഞ്ഞാൽ ഗ്രീനിഷ് ബ്രൗൺ ആണ്. പൈറൈറ്റ് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ യെല്ലോ ആണ്. പക്ഷെ സ്ട്രീക്ക് എന്ന് പറഞ്ഞാൽ ബ്ലാക്കാണ്. അങ്ങനെ അതിന് സ്ട്രീക്ക് വെച്ചൊരു നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും. ഓൾമോസ്റ്റ് എവറി മിനറൽ ഹാസ് ആൻ ഇൻഹറൻറ്റ് സ്ട്രീക്ക് നോ മാറ്റർ വാട്ട് ദ കളർ ആക്ച്വലി ഈസ്. ഫോർ എക്സാമ്പിൾ കാൽസൈറ്റ് ഒക്കർ ഇൻ മെനി ഡിഫറെൻറ്റ് കളർ, ഷേപ്പ് ആൻഡ് വെറൈറ്റി ബട്ട് ഓൾ ഓഫ് ദം. അതായത് കാൽസൈറ്റ് പല വെറൈറ്റി, ഇപ്പം ഹണി കളേർഡ് ഉണ്ട്, അല്ലെങ്കിൽ പല കളേർഡ് ആയിട്ടുള്ള കാൽസൈറ്റ് ഉണ്ട്. പക്ഷേ അവയുടെ എല്ലാം സ്ട്രീക്ക് എന്തായിരിക്കും, വൈറ്റ് ആയിരിക്കും. സ്ട്രീക്ക് ഈസ് വെരി യൂസ്ഫുൾ ഇൻ ഡിസ്റ്റിങ്ക്വിഷിംഗ് ടു മിനറൽ വിത്ത് സെയിം കളർ ബട്ട് ഡിഫറെൻറ്റ് സ്ട്രീക്സ്. Some specimen of native gold, pyrite and chalcopyrite possess same body color. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, പൈറൈറ്റ് നമ്മൾ ഫൂൾസ് ഗോൾഡാണ്, അവർക്കൊരു ഗോൾഡൻ യെല്ലോ ആണ് ഉള്ളത്. പക്ഷേ എന്താണ്, അവരുടെ സ്ട്രീക്ക്, ഇപ്പോൾ ഒരു ഗോൾഡും പൈറൈറ്റും നമുക്ക് കിട്ടി, അതെങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുക, അതിൻ്റെ സ്ട്രീക്ക് വെച്ചിട്ട്. സ്ട്രീക്ക് ഓഫ് ഗോൾഡ് എന്ന് പറയുന്നത് യെല്ലോ ആണ്, സ്ട്രീക്ക് ഓഫ് അതർ ടു എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. അപ്പോൾ ഗോൾഡ് നമ്മൾ സ്ട്രീക്ക് പ്ലേറ്റിൽ വരച്ച് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന അതിൻ്റെ സ്ട്രീക്ക് യെല്ലോ ആയിരിക്കും. അങ്ങനെയാണ് നമുക്കത് ഉറപ്പിക്കാൻ പറ്റും അതൊരു ഗോൾഡാണ്. മറിച്ച് ഒരു ഗോൾഡാന്ന് നമ്മൾ എടുത്ത ഒരു പൈറൈറ്റാന്ന് ഓർത്തു, അത് നമ്മൾ സ്ട്രീക്ക് പ്ലേറ്റിൽ ഇതാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ബ്ലാക്ക് കളറാണ്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം ദാറ്റ് ഈസ് എ പൈറൈറ്റ് അല്ലെങ്കിൽ ചാൽക്കോപൈറൈറ്റ് ആണെന്ന്. Unfortunately, because of many light colored minerals have white streak, a streak is not particularly useful in non-metallic minerals. More minerals which are harder than streak will not powder during a streak test. അങ്ങനെ സ്ട്രീക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാലും നോൺ മെറ്റാലിക് മിനറൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നെക്സ്റ്റ് ഫോർത്ത് പ്രോപ്പർട്ടി ഈസ് ദ ലസ്റ്റർ. എന്താണ് ലസ്റ്റർ എന്ന് നോക്കാം. ദ ക്വാളിറ്റി ഓഫ് ലൈറ്റ് ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഓഫ് എ മിനറൽസ്. ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തത് എത്രയാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലസ്റ്റർ എന്ന് പറയുന്നത്. ക്വാളിറ്റി ഓഫ് ദ ലൈറ്റ് ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഓഫ് എ മിനറൽ. ഒരു മിനറൽ റിഫ്ലക്റ്റ് ഓഫ് ചെയ്യുന്നത് ആണ് നമ്മൾ എന്താ പറയുന്നത്, അതിൻ്റെ ലസ്റ്റർ എന്ന് പറയുന്നത്. കളർ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് ലൈറ്റാണ് അതാണ് അബ്സോർബ് ചെയ്യുന്നത്, അതാണ് കളർ. ഇത് റിഫ്ലക്റ്റ് ഓഫ് ചെയ്യുന്നത് ഏതാണ്, അതാണ് അതിൻ്റെ ലസ്റ്റർ എന്ന് പറഞ്ഞാൽ. Technically speaking, it is the intensity as nature of reflection of light from a mineral surface. Luster of a mineral depend on refractive index of a mineral, absorption capacity of a mineral and nature of reflecting surface. അപ്പോൾ എന്തിനൊക്കെയാണ് ലസ്റ്റർ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ.
അതിൻ്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റീനെ, നേച്ചർ ഓഫ് റിഫ്ലക്റ്റിംഗ് സർഫസിനെ. ആൻഡ് എനി ഡാർട്ട് പ്രസൻറ്റ് ഓൺ എ സർഫസ് ഓഫ് സാമ്പിൾ ഓർ അൺവിന് വിൽ ഗീവ് ഇൻകറക്റ്റ് റിസൾട്ട്. ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ലസ്റ്റർ നമുക്കതിൽ കിട്ടത്തില്ല. ആൻഡ് ലെസ്റ്റർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു മെറ്റാലിക്കും അതുപോലെ തന്നെ നോൺ മെറ്റാലിക് ടൈപ്പ് ഓഫ് ലെസ്റ്ററും ഉണ്ട്. മെറ്റാലിക് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ഹൈ ഡെൻസിറ്റി ആയിരിക്കും, ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് ഒപ്പേക്ക് മിനറൽസ് ലൈക്ക് ഗലീന, പൈറേറ്റ്, ചാൽക്കോപൈറേറ്റ്. ഇതൊക്കെയാണ് മെറ്റാലിക് മിനറൽസ് എന്ന് പറഞ്ഞാൽ. അവർക്ക് എന്തൊക്കെയാണോ അതിൻ്റെ പ്രോപ്പർട്ടി, മെറ്റാലിക് ലെസ്റ്ററുള്ള മിനറൽസിൻ്റെ പ്രോപ്പർട്ടി എന്തൊക്കെയാണ്, അവർ ഹൈ ഡെൻസിറ്റി ആയിരിക്കും, ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, അതുപോലെ തന്നെ ഒപ്പേക്കാണ്. ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈറ്റ് ട്രാൻസ്മിറ്റ് ആവത്തില്ല, അപ്പോൾ അവരെന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. അങ്ങനത്തെയാണ് നമ്മൾ ഒപ്പേക്ക് മിനറൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദ നോൺ മെറ്റാലിക് ലെസ്റ്റർ വിച്ച് ഇൻക്ലൂഡ്, ഈ മെറ്റാലിക് ലെസ്റ്ററാണ് ഹൈ ഡെൻസിറ്റി. ആൻഡ് രണ്ട് ക്ലാസിഫിക്കേഷനാണ് മെറ്റാലിക്, നോൺ മെറ്റാലിക്. ഈ നോൺ മെറ്റാലിക് തന്നെയുള്ളതാണ് വിട്രിയസ് ലെസ്റ്റർ, പേളി ലെസ്റ്റർ, സിൽക്കി ലെസ്റ്റർ, റെസിനസ് ലെസ്റ്റർ, അഡ്മൻഡൈൻ ലെസ്റ്റർ, ഗ്രീസി ലെസ്റ്റർ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നോൺ മെറ്റാലിക് ലെസ്റ്റേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നുണ്ട്. ഇതിൽ അഡ്മൻഡൈൻ ലെസ്റ്റർ എന്ന് പറയുന്നത് ഇസ് എക്സിബിറ്റഡ് ബൈ ഹൈ ഡെൻസിറ്റി, ഹൈ റിഫ്രാക്റ്റീവ് എലമെൻറ്റ് ലൈക്ക് ഡയമണ്ട്, സിർക്കൺ, കോറണ്ടമാണ്. ഏതൊക്കെയാണ് അഡ്മൻഡൈൻ, അപ്പോൾ ഡയമണ്ടിൻ്റെയും സിർക്കണിൻ്റെയും കോറണ്ടത്തിൻ്റെയൊക്കെ അതാണ് അഡ്മൻഡൈൻ ലെസ്റ്ററാണ്. ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു ലെസ്റ്ററാണ്. അവർക്ക് ഹൈ ഡെൻസിറ്റി ആയിരിക്കും, ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. മിനറൽ വിട്രിയസ് ഹാവ് എ റിഫ്ലക്റ്റീവ് പ്രോപ്പർട്ടീസ് സിമിലർ ടു ഗ്ലാസ്, അതായത് ഗ്ലാസിനോട് സിമിലർ ആയിട്ടുള്ള ഒരു റിഫ്ലക്റ്റീവ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഇപ്പം ക്വാർട്സ് ഒക്കെ ആയിരിക്കുന്നത് വിട്രിയസ് ലെസ്റ്ററാണ്. ഓഫ് ദ മെമ്പർ ഓഫ് ദ മിനറൽ കിങ്ഡം 70% കൂടുതൽ കാണിക്കുന്ന ഒരു ലെസ്റ്ററാണ് ഇത്, വിട്രിയസ് ലെസ്റ്റർ. ദെൻ സിൽക്കി ലെസ്റ്റർ ഇസ് എ റിസൾട്ട് ഓഫ് മിനറൽ ഹാവിങ് ഫൈൻ ഫൈബറസ് സ്ട്രക്ചർ. ഡൾ എന്ന് പറയുന്നത് മിനറൽ വിത്ത് പുവർ റിഫ്ലക്റ്റീവ് ക്വാളിറ്റീസ്. ആൻഡ് കുറച്ച് എക്സാമ്പിൾസ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിൽ നമുക്കറിയാം, നോക്കാം. ടൈപ്പ് ഓഫ് ലെസ്റ്റർ ഏതൊക്കെയാണ്, മെറ്റാലിക്കും നോൺ മെറ്റാലിക്കും. മെറ്റാലിക് എന്ന് പറയുന്നതാണ് എക്സാമ്പിളാണ് ഒരു മാഗ്നറ്റൈറ്റ് അല്ലെങ്കിൽ ഗലീന എന്നൊക്കെ പറയാം. എ മിനറൽ വിത്ത് മെറ്റാലിക് ആയിട്ടുള്ള ഒരു ഷൈൻ ആയിരിക്കും അതിനുണ്ടാകുന്ന, ഒരു മെറ്റാലിക് തിളക്കമായിരിക്കും. നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. പിന്നെ നോൺ മെറ്റാലിക് തന്നെ എത്ര കാറ്റഗറീസ് ആയിട്ട് ഒരു 6 എണ്ണം ഉണ്ട്. വിട്രിയസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഹാവിങ് എ ഗ്ലാസി ഷൈൻ, അതായത് ക്വാർട്സ് ഒക്കെ പോലത്തേത്. ദെൻ പേളി, ഒരു പേളി ഷൈൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. എക്സാമ്പിൾ ഏതാ, മസ്കവൈറ്റ്. സിൽക്കി ലെസ്റ്റർ എന്ന് പറഞ്ഞാൽ എ മിനറൽ വിത്ത് സിൽക്കി ഷൈൻ ഉള്ളതാണ്, ആസ്പെർട്ടോസ് ഒക്കെ. റെസിനസ് എന്ന് പറഞ്ഞാൽ വിത്ത് എ ഗ്രീസി ഷൈൻ ലൈക്ക് ദാറ്റ് ഓഫ് റെസിൻ. ടാൽക്കിനൊക്കെ ഒരു റെസിനസ് ആയിരിക്കും. അഡ്മൻഡൈൻ നമ്മൾ പറഞ്ഞു ഡയമണ്ടും സിർക്കണും ഒക്കെ, അതായത് മിനറൽ ഹാവിങ് ഡയമണ്ട് ലൈക്ക് ഷൈൻ, ബ്രില്യൻ, അതായത് പോളിഷ്ഡ് ജ്വല്ലേഴ്സിലെ പോലത്തെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലെസ്റ്റർ ആയിരിക്കും. ദെൻ ഗ്രീസി എന്ന് പറഞ്ഞാൽ മിനറൽ ദാറ്റ് അപ്പിയർ ആസ് ഇഫ് ഇറ്റ് വർ കോട്ടഡ് വിത്ത് എ ഗ്രീസ്, ഒരു ഗ്രീസും കൊണ്ടൊക്കെ കോട്ട് ചെയ്ത ഒരു അപ്പിയറൻസ് പോലെയാണെങ്കിൽ അതിന് എക്സാമ്പിളാണ് സൾഫർ എന്ന് പറയുന്നത്. 5th പ്രോപ്പർട്ടിയാണ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ. ഹാർഡ്നെസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഓഫ്റ്റൻ യൂസ്ഡ് ഇൻ ഐഡൻറ്റിഫിക്കേഷൻ ആസ് ഇറ്റ് ഈസ് ഫെയർലി കോൺസ്റ്റൻറ്റ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ക്യാരക്ടർ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റൻറ്റ് വിച്ച് ദ മിനറൽ ഓഫർ ടു സ്ക്രാച്ചിങ് ഓർ അബ്രേഷൻ. അതാണ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ, റെസിസ്റ്റൻറ്റ് which mineral offer to scratching or abrasion. It is generally determined by scratching the given mineral with a mineral of note. അതായത് നമുക്ക് അറിയുന്ന ഒരു ഹാർഡ്നെസ് ഉള്ളൊരു മിനറലിനെ വേറെ അറിയാത്ത വെച്ച് നമ്മൾ അതിനെ റബ്ബ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഹാർഡ്നെസ് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ പറഞ്ഞുതരാം, എക്സാമ്പിൾ ഇവരെ കൊടുത്തിട്ടുണ്ട്. If a given mineral gets scratched by a mineral or another substance of hardness say 6 but does not get scratched by that having a hardness of 5, then we can infer that hardness of is given mineral between 5 and 6. അതായത് നമ്മൾ ഇപ്പോൾ ഒരു മിനറലിൻ്റെ ഹാർഡ്നെസ് 6 ആ 6 നമുക്കറിയാത്തത്, നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അത് മൊഹോസ് സ്കെയിൽ അനുസരിച്ചിട്ട് അത് ഫിക്സ്ഡാണ്. 6ാമത്തേത് ഏതാണ്, ഓർത്തോക്ലേസ്. ഇപ്പോൾ ഓർത്തോക്ലേസ് എന്നൊരു മിനറൽ എടുത്തു, എന്നിട്ട് നമ്മൾ വേറെ നമുക്കറിയാത്തൊരു മിനറലിനെ നമ്മൾ സ്ക്രാച്ച് ചെയ്തു. ആ ഒരു 6 എന്നുള്ള ഒരു ഹാർഡ്നെസ് വെച്ചിട്ട് നമുക്കറിയാത്തൊരു മിനറലിനെ സ്ക്രാച്ച് ചെയ്ത് നോക്കി. അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു, സ്ക്രാച്ച് വീണാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അത് 6നേക്കാളും കുറവാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതേസമയം നമ്മൾ 5 എടുത്തു, ഫ്ലൂറൈറ്റ് എടുത്തു.
ഫ്ലൂറൈറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അഞ്ചാമത്തേത് അപ്പറ്റൈറ്റ് ആണ്. അപ്പറ്റൈറ്റ് എടുത്തിട്ട് അതേ മിനറലിൽ തന്നെ റബ്ബ് ചെയ്ത് നോക്കിയപ്പോൾ എന്ത് ചെയ്തു, ഇത് വരുന്നില്ല, നമുക്കൊരു സ്ക്രാച്ച് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു നമുക്ക് തന്നേക്കുന്ന മിനറൽ എന്ന് പറഞ്ഞാൽ ഈ 5-ൻ്റെയും 6-ൻ്റെയും ഇടയിലായിട്ടാണ് ഇതിൻ്റെ ഹാർഡ്നെസ് എന്ന് പറയാൻ പറ്റും. അതാണ് അങ്ങനെയാണ് നമ്മൾ മിനറൽസിൻ്റെ ഹാർഡ്നെസ് കണ്ടുപിടിക്കുന്നത്. അറിയാവുന്ന ഒരു മിനറൽസിനെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കും. Moreover, depth of scratch produced will also help whether hardness determined is near 5 ആണോ 6 ആണോ അതിൻ്റെ അടുത്തേക്കാണോ, മീൻസ് അതിൻ്റെ ആ ഒരു സ്ക്രാച്ചിങ് അനുസരിച്ച് നമുക്കതിനെ ഡിറ്റർമൈൻ ചെയ്യാം. The hardness of generally by Mohs scale of hardness which incorporate 10 minerals with a standard hardness. Principle behind the scale is that higher in sequence is able to scratch ഇൻ അനദർ മിനറൽ. അപ്പോൾ അതായത് ഡയമണ്ട് എന്തിലാവും, ക്വാഡ്രൻറ്റത്തിൽ സ്ക്രാച്ച് ആവും. അങ്ങനെയാണ് ഇതിനെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇതൊരു സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ അതായത് കാണാണ്ട് പഠിക്കേണ്ട ഒരു ടേബിളാണ് നമ്മുടെ മോഹസ് സ്കെയിൽ ഓഫ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ. അതായത് ഓൾവേസ് ഹാർഡ്നെസ് 1 എന്ന് പറയുന്നത് ടാൽക്കാണ്. ഹാർഡ്നെസ് എന്താണ് 1. ഏറ്റവും ഹാർഡ്നെസ് കുറവുള്ള മിനറലാണ് ടാൽക്ക് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് വൺ ഈസ് ജിപ്സം. തേർഡ് വൺ ഈസ് കാൽസൈറ്റ്, ഫ്ലൂറൈറ്റ്. ഫിഫ്ത്ത് വൺ ഈസ് അപ്പറ്റൈറ്റ്, ഓർത്തോക്ലേസ്, ക്വാർട്സ്, ടോപ്പസ്, കൊറണ്ടം, ഡയമണ്ട്. അപ്പോൾ ഈ ഒരു 10 മിനറലിൻ്റെയും ഹാർഡ്നെസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള മിനറൽസ് അതായത് ഒരു ഹാർഡ്നെസ് ബോക്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് നമുക്ക്. അപ്പോൾ ആ ഹാർഡ്നെസ് ബോക്സിൽ ഈ 10 മിനറൽസും വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ മിനറൽസ് എടുത്ത് അതിനെ റബ്ബ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ 2 വെച്ച് നോക്കുമ്പം ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ഇപ്പോൾ 5 and 6 അല്ലെങ്കിൽ 1 and 2 അങ്ങനെ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഹാർഡ്നെസ് ഉണ്ട്. അതായത് ഗ്ലാസിൻ്റെ ഹാർഡ്നെസ് എപ്പോഴും എന്തായിരിക്കും, സ്റ്റീൽ ഓർ ഗ്ലാസ് ഈസ് ഓൾവേസ് 5.5, ഫെൽസ്പാർ എന്ന് പറയുന്നത് 6 ആയിരിക്കും, ക്വാർട്സ് എന്ന് പറയുന്നത് 7 ആണ്. ആൻഡ് ഫിംഗർ നെയിൽ എന്ന് പറയുന്നത് 2.5, കോപ്പർ കോയിൻ എന്ന് പറയുന്നത് 3. ഇതൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫിക്സ്ഡ് ആയിട്ടുള്ള ഹാർഡ്നെസ് ആണ്. Some varieties of mica can be scratched with the fingernail. An iron nail or needle will scratch the mineral hornblende, but not the feldspar or the quartz. If during the scratch test a mark left after scratching can be rubbed off and no mark is visible on mineral, then we can conclude that later is having the higher hardness. അപ്പോൾ അങ്ങനെയാണ് നമ്മളതിൻ്റെ ഹാർഡ്നെസ് കണ്ടുപിടിക്കുന്നത്. കുറച്ച് അതർ സബ്സ്റ്റൻസ് ആണ്. അതായത് ഫിക്സ്ഡ് ആയിട്ടുള്ള ഫിംഗർ നെയിൽ നമ്മുടെ നെയിലിൻ്റെ ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എത്ര, 2.5. അപ്പോൾ നമുക്ക് ടാൽക്കൊക്കെ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ വരും, മീൻസ് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ആ ടാൽക്കിൽ വെച്ച് പൊടിയും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ അത് ഏറ്റവും കുറവായിട്ടുള്ളതാണ്. ആൻഡ് ബ്രാസ് ആൻഡ് കോപ്പർ 3 ആണ്. ഗ്ലാസ് പ്ലേറ്റ് 5.5, നൈഫ് 6.5, സ്ട്രീക്ക് പ്ലേറ്റ് 6.5. അങ്ങനെ ഓരോന്ന്. അതായത് ഇപ്പോൾ നമുക്ക് നോക്കാം, ഇപ്പോൾ തന്നെ നമ്മുടെ നെയിൽ വെച്ചിട്ട് ഇപ്പം ഡയമണ്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് നോക്കുക, അത് സ്ക്രാച്ച് ആവുമോ ഡയമണ്ട്? ഇല്ല. കാരണം എന്താ, അതിന് നമ്മുടെ നെയിലിനേക്കാളും ഹാർഡ്നെസ് ഉണ്ട്. അപ്പോൾ അത് സ്ക്രാച്ച് ആവില്ല. കുറവുള്ളത് തന്നെ സ്ക്രാച്ച്ഡ് ആവുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ ഹാർഡ്നെസ് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദ ക്ലീവേജ്. ക്ലീവേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫ്രാക്ചർ. ഒരു ഫ്രാക്ചറിൻ്റെ സ്പെഷ്യൽ ടൈപ്പിനെയാണ് നമ്മൾ ക്ലീവേജ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫ്രാക്ചർ സർഫസ് ദാറ്റ് ഡെവലപ്പ് ഇൻ സർട്ടൻ minerals. The property of cleavage is defined as the tendency of a mineral to break along the certain definite direction, yielding more or less smooth planar surfaces. അതായത് ഒരു മിനറൽ ബ്രേക്ക് ചെയ്യും, അതായത് അതിൻ്റെ ഒരു പ്ലെയിൻ ഓഫ് വീക്ക്നെസ് എന്ന് പറയുന്നത്, ആ ഒരു പ്ലെയിനിലൂടെ അത് ക്ലീവ് ചെയ്യുന്നത് കറക്റ്റ്ലി അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷേപ്പിലായിരിക്കും. ഇപ്പം കാൽസൈറ്റ് അതിനെ നമ്മളൊന്ന് പൊട്ടിച്ചെന്നോർത്തോ, പക്ഷെ അത് പൊട്ടിക്കുന്ന ടൈമിൽ അത് ക്ലീവ് ആവുന്നത് അതിൻ്റെ വീക്ക് പ്ലെയിൻസിൽ ഏറ്റവും കറക്റ്റായിട്ട് ഒരു റോംബോഹെഡ്രിക് ഷേപ്പിലായിരിക്കും അത് ക്ലീവ് ആവുന്നത്. സോ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഡിഫൈൻഡ് ആസ് ടെൻഡൻസി ഓഫ് എ മിനറൽ ടു ബ്രേക്ക് അലോങ് സർട്ടൻ ഡെഫിനറ്റ് ഡയറക്ഷൻ. കറക്റ്റായിട്ടുള്ള ഒരു ഡയറക്ഷനിലായിരിക്കും, ഈൽഡിങ് മോർ ഓർ ലെസ് സ്മൂത്ത് പ്ലാനാർ സർഫസ് ആയിരിക്കും. Cleavage plane are generally plane of easiest fracture and are essentially indicative of direction of least cohesion in the atomic structure of a minerals. അതായത് ക്ലീവ് പ്ലെയിൻസ് എവിടെ നിന്നാണ് മിനറൽസ് ബ്രേക്ക് ആവുന്നത്,
അതിൻ്റെ വീക്ക് പ്ലെയിൻസിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ ലീസ്റ്റ് കൊഹസീവ്, അതായത് തീരെ ബോണ്ടിങ് ഇല്ലാത്ത പ്ലേസ് ഏതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അറ്റോമിക് സ്ട്രക്ചറിൽ. അവിടെ നിന്നായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് ഓഫ് ആയി വരുന്നത്. ആൻഡ് ഗുഡ് എക്സാമ്പിൾ ഈസ് ദി ക്ലീവേജ് ഓഫ് മൈക്ക വിച്ച് ഈസ് വെരി ഗിവൻ ദ തിൻ ഷീറ്റ്സ്. അത് പെട്ടെന്ന് അത് എന്ത് ചെയ്തു, ക്ലീവ്ഡായി പോകുന്നുണ്ട്. Crystalline substance alone possess the property of cleavage and amorphous totally lack. ഇത് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിൽ മാത്രമേ നമുക്ക് എന്തായിരുന്നു ക്ലീവേജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉള്ളൂ. അമോർഫസ് സബ്സ്റ്റൻസിൽ എന്താ അത്, കാരണം അതിന് തന്നെ ഒരു കൃത്യമായ ഒരു ഷേപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അമോർഫസ് ഒക്കെ കൂടുതലും ഫ്രാക്ചേഴ്സ് ആയിരിക്കും. ആൻഡ് ഇൻ ക്രിസ്റ്റലൈൻ മിനറൽ there is no rule of governing the presence or absence of regarding the nature of cleavage. Thus mineral quartz has no cleavage while galena, calcite etc. has well developed cleavages. The phenomenon of development of cleavage in crystalline mineral is ascribed to the particular internal atomic. അപ്പോൾ ഈ ക്ലീവേജും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തേക്കുന്നു, അതിൻ്റെ അറ്റോമിക് സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തേക്കുന്നു. ഇൻ ഫാക്ട് ക്ലീവേജസ് ഫോം അലോങ് ദ ഡയറക്ഷൻ ഓഫ് വീക്ക് ബോണ്ടിങ്. എവിടെയാണോ ആ മിനറലിൻ്റെ അല്ലെങ്കിൽ ആ ക്രിസ്റ്റലൈൻ്റെ വീക്ക് ബോണ്ട് അതിലായിരിക്കും അത് കട്ടായി വരുന്നത്. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഡയറക്ഷൻ ഓഫ് വീക്ക് ബോണ്ടിങ് അലോങ് വിച്ച് ക്ലീവേജസ് ഫോം. എവിടെയാണ് ഇതിന് ഇവിടെ റൈറ്റ് ചെയ്തേക്കുന്നുണ്ടോ, സ്ട്രോങ് ബോണ്ടെന്നും വീക്ക് ബോണ്ടെന്നും. അപ്പോൾ ഈ വീക്ക് ബോണ്ടിലൂടെ ആയിരിക്കും അതെന്ത് ചെയ്യുന്നത്, മിനറലിൽ ബ്രേക്കായി വരുന്നത്. നമ്പർ ഓഫ് ക്ലീവേജ് ഡയറക്ഷൻ എന്നാണ്, അതും വേരി ചെയ്യും. ഓരോന്നിലും ഓരോ നമ്പർ ഓഫ് ഡയറക്ഷൻസ് ആയിരിക്കും. അതായത് ഇഫ് എ ക്രിസ്റ്റൽ ക്ലീവ് അലോൺ വൺ ഡയറക്ഷനിലൂടെ മാത്രമേ ഒരു മിനറൽ ക്ലീവ് ചെയ്യുന്നുള്ളൂ എങ്കിൽ, ബ്രേക്ക് ആവുന്നേ ഉള്ളെങ്കിൽ അതിനെന്ത് പറയുന്നു, 1 സെറ്റ് ഓഫ് ക്ലീവേജ് എന്ന് പറയുന്നു. ഇപ്പോൾ 2 സെറ്റ് ആണെങ്കിൽ 2 സെറ്റ് ഓഫ് ക്ലീവേജ്, അങ്ങനെ ഇപ്പോൾ 3 ആണെങ്കിൽ 3 സെറ്റ്, അങ്ങനെ എത്ര ഡയറക്ഷനിലാണോ അത് ക്ലീവ് ചെയ്യുന്നത് അതിനെ ആ രീതിക്ക് നമ്മളതിനെ വിളിക്കുന്നു. ഇഫ് cleavage planes are parallel to either a particular crystal face or set of faces. Mica there is only one direction of cleavage. മൈക്കയിൽ എപ്പോഴും എന്താണ്, ഒരു 1 ഡയറക്ഷൻ, ആ ഡയറക്ഷനിൽ മാത്രമേ അത് ക്ലീവ് ആകത്തുള്ളൂ, 1 ഡയറക്ഷനിൽ മാത്രമാണ്. ആൻഡ് ഇൻ ഹോൾബാൻഡ് അവർ 2 സെറ്റ് ഓഫ് ക്ലീവേജസ് ആണ്. ഇറ്റ് ഈസ് ഇൻ്റർസെറ്റിംഗ് അറ്റ് 120 ആൻഡ് 60 ഡിഗ്രി. ഗലീനയിലാണെങ്കിൽ there are 3 സെറ്റ് ഓഫ് ക്ലീവേജസ് ഇൻ്റർസെറ്റിംഗ് അറ്റ് 90 ഡിഗ്രി, ഈച്ച് ഇൻ 1 പാരലൽ ടു ഫേസ്. അപ്പോൾ ഓരോ മിനറൽസിനും എന്താണ്, പല രീതിയിലുള്ള ക്ലീവേജ് ഡയറക്ഷൻസ് ആണ്. ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഈസ് വിത്ത് വിച്ച് മിനറൽ ക്ലീവ് ആൻഡ് ഓൺ ദ ഡിഗ്രി ഓഫ് പെർഫെക്ഷൻ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, എമിനൻ്റ്, പെർഫെക്റ്റ്, ഗുഡ്, ഡിസ്റ്റിങ്, പുവർ ആൻഡ് ഇൻഡിസ്റ്റിങ് എന്ന് പറയാം. അപ്പോൾ കറക്റ്റ്ലി നല്ല രീതിക്കാണ് ഇത് ക്ലീവ് ചെയ്തിരിക്കുന്നത്, അതിന് ഗുഡ് അല്ലെങ്കിൽ എമിനൻ്റ് എന്ന് പറയുന്ന, പെർഫെക്റ്റ് ക്ലീവേജ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗുഡ് ക്ലീവേജ് എന്ന് പറയാം, ഡിസ്റ്റിങ് ക്ലീവേജ്, പുവർ ക്ലീവേജ്, അങ്ങനെ പല രീതിയിലുണ്ട്. ഇനി എമിനൻ്റ് ക്ലീവേജ് mineral can split very easily yielding extreme smooth surface. എക്സാമ്പിൾ ഇൻ മൈക്കയാണ് എമിനൻ്റ് ആയിട്ടുള്ള ഒരു ക്ലീവേജിന് എക്സാമ്പിൾ. അതായത് സ്മൂത്ത് ആയിട്ടായിരിക്കും, അതായത് അവിടെ ഒരു ഇറഗുലാരിറ്റീസ് ഒന്നുമില്ല, ഒരു സ്മൂത്ത് സർഫേസ് ആയിട്ടായിരിക്കും അത് ക്ലീവായിട്ട് വരുന്നത്, ബ്രേക്കായി വരുന്നത്. ആൻഡ് പെർഫെക്റ്റ് ക്ലീവേജ് ഏതൊക്കെയാണ്, ക്വാർട്സിലും ഓർത്തോക്ലീസിലും കാൽസൈറ്റിലും ഒക്കെ കാണാം. ക്വാർട്സിൽ ഞാൻ പറഞ്ഞല്ലോ, ക്വാർട്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് ഇറ്റ് ഈസ് ദി ആബ്സെൻസ് ഓഫ് ക്ലീവേജ്. നെക്സ്റ്റ് വൺ ഈസ് ദ ഫ്രാക്ചർ, ദ നേച്ചർ ഓഫ് സർഫേസ് ദാറ്റ് ഫോം വെൻ എ മിനറൽ ബ്രേക്ക് ഇൻ എ ഡയറക്ഷൻ അതർ ദാൻ ക്ലീവേജ്. അതായത് ക്ലീവേജ് പ്ലെയിനിലൂടെ അല്ലാണ്ട് വേറെ ഡയറക്ഷനിൽ അത് ബ്രേക്ക് ആവുന്നതിനാണ് നമ്മൾ ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഫ്രാക്ചർ നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കോമൺ വാക്കായിരിക്കും. അതായത് പല രീതിയിൽ അതായത് ഒരു സ്മൂത്ത് സർഫസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഷേപ്പിലോ ഒന്നും ആവില്ല, പല രീതിയിൽ അത് ഫ്രാക്ചർ ആവുന്നു. ക്വാർട്സ് ആണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. ആൻഡ് വിച്ച് ഡെവലപ്ഡ് കർവ്ഡ് സർഫസ് വെൻ ബ്രോക്കൺ ദാറ്റ് പോസസ് എ കോൺകോയിഡൽ ഫ്രാക്ചർ. ക്വാർട്സിനുള്ളത് ഏതാണ്, കോൺകോയിഡൽ ഫ്രാക്ചറിലായിരിക്കും ക്വാർട്സ് ബ്രേക്ക് ആവുന്നത്. ഇൻ സം കേസസ് ഫ്രാക്ചർ ബിക്കം ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി. സം ഓഫ് ദ ഫ്രാക്ചേഴ്സ് ആർ ഈവൻ ഫ്രാക്ചർ, അൺഇവൻ ഫ്രാക്ചർ, കോൺകോഡൽ ഫ്രാക്ചർ. ഈവൻ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ എന്താ, സർഫസ് ഓഫ് ഫ്രാക്ചർ ബീങ് സ്മൂത്ത് ആൻഡ് ഫ്ലാറ്റ് ആയിട്ടായിരിക്കും അത് ഫ്രാക്ചർ ആവുന്നെങ്കിൽ അതെന്ത് ചെയ്യുന്നു, ഗാർണറ്റും അഗൈറ്റുമാണ് അതിൻ്റെ എക്സാമ്പിൾ. അൺഇവൻ എന്ന് പറഞ്ഞാൽ ബ്രോക്കൺ വിത്ത് റഫ് ഓർ റാൻഡം ഇറഗുലാരിറ്റീസ്, ദാറ്റ് ഈസ് പൈറൈറ്റ് ആൻഡ് മാഗ്നറ്റൈറ്റ്. കോൺകോഡൽ ഫ്രാക്ചർ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ക്വാർട്സ് ആണ്. എലോങ് ദ കർവ്ഡ് ഓർ കോൺസെൻട്രിക് സർഫസിലൂടെ അത് ബ്രേക്ക് ആവുകയാണെങ്കിൽ. ഓക്കെ, ഇതാണ്
7 properties. Next one is the 8th property, specific gravity. Specific gravity എന്താണ്? The density of a substance എന്ന് പറയുന്നത് is a fundamental property of great significance and it defined as mass per unit volume. എന്താണ് ഡെൻസിറ്റി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. For mineral it is expressed by gram per cc. In mineralogy, the term specific gravity is more frequently used for density and signify the ratio between density of a mineral and that of water at 4 degrees Celsius. എന്താണ് അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ റേഷ്യോ. അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി എന്താണോ ഒരു മിനറലിൻ്റെ ഡെൻസിറ്റി, അതായത് മാസ് ബൈ വോളിയം എന്താണോ അത് ടു ദാറ്റ് ഓഫ് വാട്ടർ അറ്റ് 4 degrees Celsius അതിനെ റിലേറ്റ് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. വാട്ടർ ഹാസ് എ സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണ്? 1. If a mineral has a specific gravity of 2.7, it means that it is 2.7 times heavier than the water. ഇപ്പോൾ ഒരു മിനറലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ പറഞ്ഞു അതിന് 2.7 ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കേണ്ടത് എന്താ? അത് 2.7 ടൈംസ് ഹെവിയർ ദാൻ ഏതാണ്? വാട്ടറിനാണ്. ഇപ്പോൾ ഒരു 5 ആണ് ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി ആണെങ്കിൽ അത് 5 ടൈംസ് ഗ്രേറ്റർ ദാൻ വാട്ടർ എന്നാണ് അതിൻ്റെ അർത്ഥം. In fact, specific gravity depends upon weight and spacing. A mineral possesses relatively heavier and more closely spaced will naturally have higher specific. ഒരു മിനറലിന് എപ്പോഴാണ് ഹയർ സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ടായിരിക്കുന്നത്? ഇറ്റ് ഹാവിങ് ഹെവിയർ ആൻഡ് മോർ ക്ലോസ്ലി സ്പേസ്ഡ്. അതായത് ആറ്റംസ് ഒക്കെ അടങ്ങി ഇരിക്കുന്നതും മീൻസ് ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടിരിക്കുന്നതും അത് ഹെവിയർ ആയിട്ടുള്ളതിന് കൂടുതൽ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. ആൻഡ് വൺ പോസസിങ് ലൈറ്റർ ആൻഡ് മോർ വൈഡ്ലി സ്പേസ്ഡ് ലൈറ്ററുകൾക്ക് എന്തായിരിക്കും? സ്പെസിഫിക് ഗ്രാവിറ്റി കുറവായിരിക്കും. സ്പെസിഫിക് ഗ്രാവിറ്റി വാല്യൂ വേരി ഫ്രം 1 and 20. മെജോറിറ്റി ഹാവ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി വേരിയിങ് ബിറ്റ്വീൻ 2 and 7. മിനറൽ വിത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി 2നെയാണ് നമ്മൾ ലൈറ്റ് മിനറൽസ് എന്ന് പറയുന്നത്. 2 and 4.5നെ ആവറേജ് എന്നും ഗ്രേറ്ററിന് എന്താണ് 4. അതായത് ഇപ്പോൾ ഒരു സ്പെസിഫിക് മിനറലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 2ന് താഴെയാണെങ്കിൽ അതെന്താണ്? അതൊരു ലൈറ്റ് മിനറൽ കാറ്റഗറിയിൽ വരും. ഇപ്പോൾ 2ഉം 4.5 ആണെങ്കിൽ അതിന് ഇൻ്റർമീഡിയറ്റ് കാറ്റഗറിയിൽ വരും. 4.5ൻ്റെ മുകളിലേക്കാണെങ്കിൽ അതിന് എന്ത് പറയുന്നു? അതൊരു ഹെവി ആയിട്ടുള്ള മിനറലാണെന്ന് പറയാം. An idea of specific gravity can be obtained by simply weighing or lifting. Its actual can, however, be determined by different instruments: Joule balance, Walker's steel yard balance, beam balance. അതായത് ഇപ്പോൾ നമുക്ക് ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി മിനറൽസ്, അതായത് ഒരു മിനറലിനെ നമ്മൾ എടുത്തു, അതിനെ പിടിച്ചു നോക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു വെയിറ്റ് ഉണ്ടാവും. അപ്പം അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി പറയാം. ഇപ്പോൾ ഒരു ഗലീന അല്ലെങ്കിൽ മാഗ്നറ്റൈറ്റൊക്കെ എടുത്ത് നോക്ക്, ഒരു ചെറിയ പീസ് എടുക്കുമ്പോൾ തന്നെ എന്തായിരിക്കും? ഭയങ്കര വെയിറ്റ് ആയിരിക്കും അതിന് തോന്നും. ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് ഹൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട് ആ മിനറൽസിന്. ഇപ്പോൾ വേറെ ഒരു മിനറൽസ്, ഇപ്പോൾ ക്ലോസ് അല്ലാത്തൊരു മിനറൽ എടുത്തോ, ലൈറ്റ് ആയിട്ടുള്ള മിനറൽ എടുത്താൽ തീരെ വെയിറ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഒരു കൈ പിടിച്ചുകൊണ്ട് നമുക്ക് അപ്രോക്സിമേറ്റ് അല്ല, ജസ്റ്റ് ഒരു ഏകദേശം ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ആക്ച്വൽ സ്പെസിഫിക് ഗ്രാവിറ്റീസ് കണ്ടുപിടിക്കുന്ന ഇതാണ് ജോളി ബാലൻസും വാക്കർ സ്റ്റീൽ യാർഡ് ബാലൻസും ബീം ബാലൻസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ 8 പ്രോപ്പർട്ടീസും ക്ലിയർ ആയി ഓർക്കുന്നു. Then next one is the 9th property, that is transparency. The amount of light able to pass through a mineral determines its transparency. അതായത് ഒരു മിനറൽസിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മളെന്ന് പറയുന്നത് അതിൻ്റെ ട്രാൻസ്പെറൻസി. ഡിപ്പെൻഡിങ് അപ്പോൺ ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ലൈറ്റ് ക്യാൻ പാസസ് ത്രൂ എ മിനറൽ, they can be classified into transparent, translucent and opaque. When the mineral allowed to fully pass, it is transparent. Colorless variety of quartz, calcite are transparent. Translucent എന്ന് പറഞ്ഞാൽ എന്താ? പാർഷ്യലി കടത്തിവിടുന്നതാണെങ്കിൽ മിൽക്കി ക്വാർട്സ്, മിൽക്കി കാൽസൈറ്റ് ഒക്കെ. ഒപ്പേക്ക് ആണെങ്കിൽ ദേ വിൽ നോട്ട് പാസ്. അതായത് ദേ ഷോയിങ് മെറ്റാലിക് ലെസ്റ്റർ, പൈറൈറ്റ്, ക്രോമൈറ്റ്, മാഗ്നറ്റൈറ്റ് അതൊക്കെ എന്ന് പറയുന്നത് ഒപ്പേക്ക്. അതായത് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യുകയാണെങ്കിൽ അത് ട്രാൻസ്പെറൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ആ ഒരു എമൗണ്ട് ഓഫ് ലൈറ്റ് എത്രത്തോളം പാസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് എന്ത് ട്രാൻസ്പെറൻ്റ് ഉണ്ട്, ട്രാൻസ്ലൂസൻ്റ് ഉണ്ട്, ഒപ്പേക്ക് ഉണ്ട്. ട്രാൻസ്പെറൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് മൊത്തത്തിൽ കടന്നു പോകും ആ മിനറിൻ്റെ ഉള്ളിൽ. അതിനുള്ള എക്സാമ്പിളാണ് ക്വാർട്സും കാൽസൈറ്റും. എന്നാൽ ട്രാൻസ്ലൂസൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ കടന്നു പോകത്തുള്ളൂ, ഫുള്ളി കടന്നു പോകത്തില്ല. അതാണ് ട്രാൻസ്ലൂസൻറ്റ്. അതിനുള്ള എക്സാമ്പിൾ ഏതാ? മിൽക്കി ക്വാർട്സും അതുപോലെ തന്നെ കാൽസൈറ്റും.
ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ മെറ്റാലിക് മിനറൽസ് ആയിട്ടുള്ള പൈറൈറ്റിനെയൊക്കെ എടുത്ത് നോക്കുക, അതിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് പാസ്സാകത്തില്ല. അങ്ങനത്തെ ഉള്ളതിനെയാണ് നമ്മൾ ഒപ്പേക്ക് മിനറൽസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പ്രോപ്പർട്ടി ദാറ്റ് ഈസ് മാഗ്നറ്റിസം. സെവറൽ മിനറൽ റിയാക്ട് പ്ലേസ്ഡ് വിത്തിൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ ഓരോ മിനറൽസും ഓരോ രീതിക്കായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. സം മിനറൽസ് ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ്. ചിലർ മാഗ്നറ്റിൽ നല്ലപോലെ അട്രാക്റ്റ് ആവും, മാഗ്നറ്റുമായിട്ട് അട്രാക്റ്റഡ് ആവും. അങ്ങനെയുള്ള മിനറൽസിനെയാണ് ഫെറോ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ചിലർ വീക്ക്ലി അട്രാക്റ്റഡ് ആണ്, ദാറ്റ് ഈസ് പാരാമാഗ്നറ്റിസം. ചിലർ റിപ്പൽ ആവും, മീൻസ് ഓപ്പോസിറ്റ്ലി റിപ്പൽ ചെയ്തു പോവും, അതാണ് ഡയാമാഗ്നറ്റിസം. അപ്പോൾ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് ഏതാ? ഫെറോ മാഗ്നറ്റിസം. ആൻഡ് വീക്ക്ലി അട്രാക്റ്റഡ് ആർ പാരാമാഗ്നറ്റിസം. ആൻഡ് റിപ്പൽ ചെയ്യുന്നത് ഡയാമാഗ്നറ്റിസം. മാഗ്നറ്റൈറ്റ് ആൻഡ് പൈറോഹെറ്റൈറ്റ് ആർ എക്സാമ്പിൾ ഓഫ് ഫെറോ മാഗ്നറ്റിസം. അതായത് മാഗ്നറ്റൈറ്റും പൈറോഹെറ്റൈറ്റും ഏതാണ്? ഫെറോ മാഗ്നറ്റിക് ആണ്, സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആണ്. ഹെമറ്റൈറ്റ് ആൻഡ് ഫ്രാങ്ക്ലിനൈറ്റ് എന്ന് പറയുന്നത് ഏതാ? പാരാമാഗ്നറ്റിക് ആണ്, അവർ വീക്ക്ലി അട്രാക്റ്റഡ് ആണ്. ആൻഡ് ഡയാമാഗ്നറ്റിക് റിപ്പൽ ചെയ്ത് പോകുന്നതിന് ഏതാണ്? ബിസ്മത്ത് ആണ്. അപ്പോൾ ദീസ് ആർ ദ 10 പ്രോപ്പർട്ടീസ്. ആൻഡ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിനറൽസ്? ഇപ്പോൾ പറഞ്ഞതൊക്കെയാണ് അല്ലേ. 10 കാര്യങ്ങളുണ്ട്. കളറ്, സ്ട്രീക്ക്, ക്ലീവേജ്, ഹാർഡ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളുണ്ട്. വിച്ച് ഈസ് ദ ഹാർഡസ്റ്റ് മിനറൽ നോൺ? ഏതാണ് ഏറ്റവും കൂടുതൽ ഹാർഡസ്റ്റ് ഏതുള്ളതാ? ഡയമണ്ട്. 10 അതിൻ്റെ ഹാർഡ്നെസ്. നെയിം എനി 3 മിനറൽ പൊസസിങ് പ്രോപ്പർട്ടീസ് ഓഫ് ക്ലീവേജ്. നമ്മൾ പറഞ്ഞു 1 ഡയറക്ഷണൽ 2 ഡയറക്ഷണൽ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെയാണ് മിനറൽസ് ഹാവിങ് ക്ലീവേജസ്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ 10 പ്രോപ്പർട്ടീസ് ഓഫ് മിനറൽസ് ആണ് നോക്കിയത്. ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ബാക്കി കുറച്ച് പ്രോപ്പർട്ടീസും ഉണ്ട്, ബാക്കി അതിൻ്റെ യൂസസ്, അതിൻ്റെ ഡെയിലി ലൈഫ് യൂസസ് ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് ഈ ചാപ്റ്ററിലേക്ക്. അതും കൂടെ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കണ്ടിന്യൂ ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്.